നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എക്സാലോജിക്കും CMRLുമായുള്ള ഇടപാടിൽ കമ്പനി ഉടമ ശശിധരൻ കർത്തയെ ED ചോദ്യം ചെയ്യുമ്പോൾ അദ്ദേഹം സ്വയം പ്രതിയാകുമോ, അതോ മുഖ്യമന്ത്രി പിണറായി വിജയനെയും മകൾ വീണ വിജയനെയും പ്രതികളാക്കുന്ന മൊഴി നൽകുമോ എന്നാണ് കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. വോട്ടെടുപ്പിന് ഒരാഴ്ച ബാക്കി നിൽക്കെ EDയുടെ തിടുക്കപ്പെട്ടുള്ള നീക്കം CPMനെ മാത്രമല്ല പിണറായി വിജയനെയും വെട്ടിലാക്കിയിരിക്കുകയാണ്. അപകടം നേരത്തെ മണത്തതോടെയാണ് കർത്ത ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത്. ആദായ നികുതി വകുപ്പ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിൽ CMRL കമ്പനിയും ഉദ്യോഗസ്ഥരും നൽകിയ മൊഴി EDക്ക് കൈമാറരുതെന്നാണ് അവരുടെ ആവശ്യം. യാതൊരു യുക്തിയുമില്ലാത്ത ആവശ്യം ഉന്നയിച്ച് കർത്ത കോടതിയെ സമീപിച്ചത് രണ്ട് കാര്യങ്ങൾ കൊണ്ടായിരിക്കാം. ഒന്ന്, എക്സാലോജിക്കിന് എന്തുകൊണ്ട് പണം നൽകിയെന്നും അതിലേക്ക് നയിച്ച സാഹചര്യം എന്താണെന്നും പുറത്താകും. മറ്റൊന്ന്, ED കള്ളപ്പണ ഇടപാടിന് കേസെടുക്കും. ഇത് രണ്ടും CPMനൊപ്പം കരിമണൽ കർത്തയ്ക്കും ദോഷം ചെയ്യും. കള്ളപ്പണ കേസ് എടുത്താൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളുണ്ടാകും. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അടക്കം പുറത്തു കടക്കാനാകാതെ അകത്ത് കിടക്കുകയാണ്. ആരോഗ്യ പ്രശ്നങ്ങളടക്കം അലട്ടുന്ന കർത്തയെ സംബന്ധിച്ച് അറസ്റ്റ് ദുരിതമായി മാറും. പിണറായിക്കും മകൾക്കുമെതിരെ മൊഴി നൽകിയാലുള്ള പുകിലിനെ കുറിച്ച് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. CMRLനെ തകർക്കാനുള്ള എന്ത് നടപടിയും അവർ സ്വീകരിക്കും. CMRLലെ നടപടികൾ പൂർത്തിയായാൽ ED എക്സാലോജിക്കിലേക്കാവും നീങ്ങുക. അങ്ങനെയെങ്കിൽ ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങൾ നിയമപരമായി തടയാൻ വീണയ്ക്കാകില്ല. രാഷ്ട്രീയ പ്രേരിതം എന്ന പ്രതിരോധം CPMന് തീർക്കാനാകും. തെരഞ്ഞെടുപ്പ് സമയത്ത് അത് എത്രത്തോളം വില പോകുമെന്ന് പ്രവചിക്കാനാകില്ല. തോമസ് ഐസക്കിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള ED നടപടിക്ക് കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടെങ്കിലും അതുപോലെയല്ല വീണയുടെ കേസ്. കേസെടുത്ത് 3 ആഴ്ചയ്ക്കകം CMRLലെ പ്രധാന ഉദ്യോഗസ്ഥരെല്ലാം ED ചോദ്യം ചെയ്തു കഴിഞ്ഞു. അതാണ് വീണയുടെയും CPMന്റെയും തലയിൽ ഡെമോക്രസിന്റെ വാൾ തൂങ്ങിക്കിടക്കുകയാണെന്ന് പലരും പറയുന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരം അറസ്റ്റ് ചെയ്താൽ നിരപരാധിയാണെങ്കിൽ പോലും പുറത്തിറങ്ങാൻ കുറഞ്ഞത് 6 മാസമെങ്കിലും എടുക്കും. ഡൽഹിയിലെ ആപ് നേതാവ് സഞ്ജയ് സിംഗിന് അങ്ങനെയാണ് അടുത്തിടെ ജാമ്യം കിട്ടിയത്. തെരഞ്ഞെടുപ്പിന് മുമ്പായതുകൊണ്ട് രാഷ്ട്രീയമായത് ഗുണം ചെയ്യും. കേരളത്തിൽ ഇപ്പോഴിങ്ങനെ സംഭവിച്ചാൽ വലിയ വോട്ട് ചോർച്ച CPMനുണ്ടാകും. ജയിക്കുമെന്ന് പ്രതീക്ഷയുള്ള സ്ഥാനാർത്ഥികൾ പോലും പരാജയപ്പെട്ടേക്കാം. രണ്ടാമത് എത്തുമെന്ന് കരുതിയെടുത്തൊക്കെ മൂന്നാമിടത്തായേക്കാം. രണ്ടായാലും രാഷ്ട്രീയമായി ഏറെ ദോഷം ചെയ്യും. UDFനും BJPക്കും മേൽക്കൈ നേടാനുമാവും. ഇടതുമുന്നണി പൊട്ടിത്തെറിയിലേക്ക് പോകാനും CPM പിണറായി ഉൾപ്പെടെ പലരുടെയും കസേര തെറിക്കാനും ഇടയാക്കും. അതുകൊണ്ട് ED കുരുക്കഴിക്കുക എന്നത് CPMനെ സംബന്ധിച്ച് പ്രായോഗികമായ കാര്യമല്ല. കേരളത്തിൽ ഇതുവരെ ഒരു നേതാവിന്റെ മക്കൾ നേരിടാത്തത്ര വെല്ലുവിളിയാണ് വീണ വിജയൻ നേരിടുന്നത്. അതോടൊപ്പം CPM നേരിടുന്ന നാണക്കേടും. താഴെത്തട്ടിലുള്ള പ്രവർത്തകരും ഘടകകക്ഷികളും കടുത്ത അതൃപ്തിയിലാണ്. ഇത്തരം കാര്യങ്ങൾ സാധാരണ മുളയിലേ നുള്ളാറുള്ള പാർട്ടിയായിരുന്നു CPM. കോടിയേരിയുടെ മക്കളുടെ കാര്യത്തിൽ പോലും സാമാന്യ യുക്തിക്ക് നിരക്കുന്ന നിലപാട് സ്വീകരിച്ച CPM പിണറായിയുടെ മകളുടെ കാര്യത്തിൽ തെറ്റായ സമീപനമാണ് സ്വീകരിച്ചതെന്നാണ് അടക്കം പറച്ചിൽ. തുടക്കം മുതൽ വീണയ്ക്ക് കുടപിടിച്ചിരുന്ന MP ഗോവിന്ദന് പിന്നീട് അത് തിരുത്തേണ്ടി വന്നതും അതുകൊണ്ടാണ്. രണ്ട് കമ്പനികൾ തമ്മിൽ നടത്തിയ നിയമപരമായ ഇടപാടാണെന്നും ബാങ്ക് രേഖകൾ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ടെന്നും പിണറായി മകളെ ന്യായീകരിക്കുന്നുണ്ടെങ്കിലും സംഗതി വശപിശകാണെന്ന് കാരണഭൂതൻ അറിയാം. അല്ലെങ്കിൽ ആദായ നികുതി വകുപ്പ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന് കർത്തായുടെ കമ്പനി ഉദ്യോഗസ്ഥർ നൽകിയ മൊഴി EDക്ക് കൈമാറുന്നതിനെ ഭയക്കുന്നത് എന്തിനാണ്? ആ ഭയം വെറുതെയല്ല. മകൾ അഴിക്കുള്ളിലാകുമോ എന്ന പിതാവിന് അങ്കലാപ്പിൽ നിന്നുണ്ടായതാണ്. പിണറായി അറസ്റ്റ് ചെയ്യണമെന്നാണ് കോൺഗ്രസും ആഗ്രഹിക്കുന്നത്. അതിന്റെ നേട്ടം തങ്ങൾക്ക് കിട്ടുമെന്ന് അവർക്കറിയാം. മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ ED വേട്ടയാടും പിണറായിയെ തൊടാത്തത് എന്ത് എന്ന ചോദ്യം രാഹുൽ ഗാന്ധി ഉയർത്തിയത് അതുകൊണ്ടാണ്. മുഖ്യമന്ത്രിക്ക് മകൾക്കുമെതിരെ ശക്തമായ വിമർശനമാണ് പ്രധാനമന്ത്രി കാട്ടാക്കടയിൽ നടത്തിയത്. ഇരുഭാഗത്തു നിന്നും ശക്തമായ ആക്രമണമാണ് CPM നേരിടുന്നത്. ഇതെല്ലാം പിണറായി മകളും കാരണമാണെന്നാണ് പാർട്ടിയിലുള്ള പലരും ഘടകകക്ഷികളും അടക്കം പറയുന്നത്. 1-2 സീറ്റ് കിട്ടിയാൽ ഭാഗ്യമെന്ന നിലയിലാണ് നിലവിലെ കാര്യങ്ങൾ. അതിനിടെ അവസാന നിമിഷം ED കയറിനിറങ്ങിയാൽ എന്താകും അവസ്ഥയെന്ന് പ്രവചിക്കാനാകില്ല. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും അതിന്റെ നാണക്കേട് മാറില്ല. 2 കൊല്ലം കഴിയുമ്പോൾ ലെജിസ്ലേറ്റീവ് അസംബ്ലി തിരഞ്ഞെടുപ്പ് വരും. നിലം തൊടാനാകാത്ത അവസ്ഥയും ആകും ഒരുപക്ഷെ അന്നുണ്ടാവുക. ശശിധരൻ കർത്ത കാരുണ്യവാനാണെങ്കിൽ CPMന് ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാനാകും. അതിന് കർത്ത ചാവേറാകണം. അതിന് തയ്യാറാകുമോ എന്ന് കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.